ഇനി നമ്മൾ അടുത്തത് ഇതേപോലെ തന്നെയാണ് കേട്ടോ, എല്ലാ കേസും ഇതേപോലെയാണ്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ബാധ്യത കുറച്ച് ഭാഗങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇൻ്റർവൽ എസ്റ്റിമേറ്റ് ഓഫ് ദ ഡിഫറൻസ് ഓഫ് ടു പോപ്പുലേഷൻ മീൻസ്. നമ്മൾ നേരത്തെ എന്തായിരുന്നു, മ്യൂവിൻ്റെത് മാത്രമാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നേരത്തെ നമ്മൾ മ്യൂ മാത്രമാണ്. ഇനി ഇവിടെ μ1 മൈനസ് μ2ൻ്റെതാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഡിഫറൻസ് ഓഫ് ടു മീൻസ് അല്ലേ. അപ്പോൾ അതിൽ ഈ ഡിഫറൻസ് ഓഫ് ടു മീൻസിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് σ1ഉം σ2ഉം നോൺ ആയിരിക്കുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് x1 bar be the mean of first sample taken from n1 and mean μ1 and standard deviation σ1. ഓക്കെ, രണ്ട് സാമ്പിൾ ഉണ്ട് അല്ലേ, കാരണം μ1 മൈനസ് μ2 എന്ന് പറയുമ്പോൾ രണ്ട് പോപ്പുലേഷൻ, അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് സാമ്പിളും ഉണ്ടായിരിക്കും. അപ്പോൾ x1 എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് n μ1, σ1/√n1. എക്സ് ആവുമ്പോൾ μ/σ/√n. ഇവിടെ x1 ആകുമ്പോൾ ഇവിടെ 1 കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇനി x2 be the mean of sample size n2 taken from population with mean μ2 and standard deviation σ2. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതുക. ഇനി x2 ബാർ ഫോളോ ചെയ്യുന്ന എന്താണ്, നോർമൽ വിത്ത് μ2, σ2/√n2. അത്രയും മനസ്സിലായല്ലോ. ഇനി അഡിറ്റീവ് പ്രോപ്പർട്ടി പ്രകാരം x1 മൈനസ് x2 ഫോളോ ചെയ്യുന്ന എന്താണ്, നോർമൽ വിത്ത് μ1 മൈനസ് μ2, √σ1² n1 + σ2² n2. ഓക്കെ, അപ്പം ഇനി സെഡ്, നമ്മൾ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് മൈനസ്, അതായത് റാൻഡം വേരിയബിൾ മൈനസ് അതിൻ്റെ മീൻ ഡിവൈഡഡ് ബൈ σ1/√n അല്ലേ. അപ്പോൾ ഇവിടെ സെഡ് എടുത്തു, നമ്മൾ എന്ത് ചെയ്തു, x1 ബാർ മൈനസ് x2 ബാർ മൈനസ് μ1 മൈനസ് μ2 ഡിവൈഡ് ബൈ √σ1² n1 + σ2² n2 ഫോളോ ചെയ്യുന്നത് നോർമൽ വിത്ത് 0,1. നിങ്ങൾ ഇത്രയും വരെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഏരിയ പ്രോപ്പർട്ടി വെച്ചിട്ട് നോക്ക്, പി ഓഫ് മോഡ് സെഡ് ലെസ് ആൻഡ് സെഡ് α/2 = 1 - α. പ്രോബിലിറ്റി ഓഫ് എങ്ങനെ ഇതിന് എഴുതാം, ഞാൻ നേരത്തെ പറഞ്ഞു, സെഡ് α/2 ഇവിടെയും സെഡ് α/2 കൊടുക്കുക, നടുക്ക് എന്ത് കൊടുക്കുക, സെഡ് ഇത് അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ഇനി ഈ സെഡിന് പകരം നമ്മൾ ആരെ കൊടുക്കണം, ഈ ഒരു ടേം നടുക്ക് കൊടുക്കുക. ഇത് വേണ്ട, ഇത്രയും ടേം, സെഡിന് പകരം ഇത്രയും പോകുന്ന ടേം എന്ത് കൊടുക്കുക, പിന്നെ നടുക്ക് കൊടുക്കുക. ഓക്കെ, കണ്ടോ, സെഡിന് പകരം ഇവിടെ സെഡിന് പകരം ഇത് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് μ1 മൈനസ് μ2 ആണല്ലേ, ഈ ഒരു ടേമാണ് നടുക്ക് വരേണ്ടത്. നമുക്ക് നടുക്ക് വരേണ്ട കാര്യം ഇത്രയാണ്, μ1 മൈനസ് μ2 ആണ് വരേണ്ടത്, വേറെ ഒന്നും പാടില്ല. μ1 മൈനസ് μ2. അപ്പോൾ താഴെ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻറ്റു ഈ ഒരു ടേം ചെയ്യുക, അപ്പോൾ അതൊന്നും ക്യാൻസൽ ചെയ്യും. അപ്പോൾ പിന്നെന്താണ്, പിന്നെ x1 ബാർ മൈനസ് x2 ബാർ മൈനസ് ചെയ്ത് കളയുക, അപ്പോൾ അതും പോവും. പിന്നെ ഒരു മൈനസ് കളയാൻ എന്ത് കൊടുക്കുക, മൈനസ് ഫുള്ള് കൊടുക്കുക. ഓക്കെ, അതേപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത അതേപോലെയാണ്, ഒരു മാറ്റമല്ല. ചെയ്യുമ്പോൾ എന്ത് കിട്ടുക, ഈ ഒരു ടേമാണ് നമുക്ക് കിട്ടുക. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു, എക്സ് ആയിരുന്നു, എക്സ് ബാർ ആയിരുന്നു. ഇവിടെ രണ്ടാളുണ്ട് എക്സ് ബാറിൻ്റെ കൂടെ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ എക്സ് ബാർ ഉണ്ടായിരുന്നു, ഇവിടെ x1 ബാർ മൈനസ് x2 ബാർ, ഇവിടെ രണ്ടാളും ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കേണ്ട, അത്രയേ ഉള്ളൂ മാറ്റം കേട്ടോ. അപ്പം ഇതാണ് കിട്ടുക. ഓക്കെ, ഇതാണെന്ത്, പിന്നെ ഡിഫറൻസ് ഓഫ് ടു പോപ്പുലേഷൻ മീൻ്റെ σ1ഉം σ2 നോൺ ആവുന്ന കേസ്. ഓക്കെ, ഇനി അൺനോൺ ആവുന്ന σ1 σ2 അൺനോൺ ആണ്, n1 n2 ലാർജ് ആവുന്ന കേസ്. അപ്പം ലാർജ് ആവുന്ന കേസിൽ എന്താണ്, നമ്മൾ ഇതന്നെയാണ് നോക്ക്, ഈ ഒരു ടേം തന്നെയാണ് വരിക. ഒറ്റ മാറ്റിയുള്ള എന്താണ്, ഇവിടെ σ1² പകരം ആര് വരും, s1² s2² വരും. മനസ്സിലായോ, σ1² പകരം s1² s2² വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഇതേപോലെ തന്നെയാണ്. ഇതിൽ എന്ത് ചെയ്യുക, σ1 ഉള്ളിടത്തൊക്കെ x1 ചെയ്തിട്ടാണ് ഈ കേസ് ചെയ്യേണ്ടത്. n1 n2 ലാർജ് ആവുന്നത് എന്താണ്, σ1 ഉള്ളിടത്ത് s1, σ2 ഉള്ളിടത്ത് s2 എടുത്തിട്ട് സെയിം, ഒരു മാറ്റമല്ല, അതന്നെ നിങ്ങൾ ആ ഒരു ടേം മാത്രം മാറ്റി കൊടുത്താൽ മതി. ഈ അതിൻ്റെ കേസ് 3, വെൻ σ1 = σ2 = σ. അൺനോൺ ആണ്, n1 n2 സ്മാൾ ആണ്. ഓക്കെ, സ്മാൾ ആകുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ടി ആണ്. സ്മാൾ ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടി ആണ്. അപ്പോൾ ടി എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, x1 ബാർ മൈനസ് x2 ബാർ മൈനസ് μ1 മൈനസ് μ2 ഡിവൈഡ് ബൈ √σ2/n1 + σ2²/n2. നോക്ക്, ഇവിടെ σ1ഉം σ2ഉം അൺനോൺ ആണ്, അതായത് രണ്ടും ഈക്വൽ ആണ്. σ1ഉം σ2ഉം ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന് നമ്മൾ σ എന്ന് കൊടുത്ത്, രണ്ടിനും σ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ σ², ഇവിടെ σ². കഴിഞ്ഞതിൽ എങ്ങനെയായിരുന്നു, σ1² ഇവിടെ σ2², വേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, σ², ഇവിടെ σ² കൊടുത്തു. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ ടി എന്ന് പറയുന്ന ഈ ഒരു ടേമാണ്. അത് ഫോളോ ചെയ്യുന്നത് വിച്ച് ഫോളോ സ്റ്റുഡൻറ്റ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ് n1 + n2 - 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, സിഗ്മ സ്ക്വയർ പറഞ്ഞ ഈ ഒരു ടേമാണ്. ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾ ഇതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ നിന്നാണ് എഴുതേണ്ടത് കേട്ടോ. ടേബിൾ വാല്യൂ പറഞ്ഞാൽ ടി ആൽഫ ബൈ 2 ആണ്. ഞാൻ പറഞ്ഞു സെറ്റ് ആൽഫ ബൈ 2 പറഞ്ഞാൽ ടേബിൾ വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഇതാ ഇനിയിപ്പോൾ ഈ കേസ് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ബൈ ഏരിയ പ്രോപ്പർട്ടി പി ഓഫ് മോഡ് ടി ലെസ് താൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2. ഞാൻ പറഞ്ഞു സെറ്റ് ഉള്ളിടത്തൊക്കെ എന്ത് കൊടുക്കുക, ടി കൊടുക്കുക. കാരണം എന്തുകൊണ്ട് ടി കൊടുക്കാൻ, ഇവിടെ പറഞ്ഞു സ്മോൾ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ടി കൊടുത്തു. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിന് മാറ്റി സെറ്റ് ഉള്ളിടത്തൊക്കെ എന്ത് കൊടുത്തു, ടി കൊടുത്ത് എഴുതി. ഈ ടിക്ക് പകരം ആരെ കൊടുക്കണം, ടിക്ക് പകരം ഈ ഒരു ടേമിന് കൊടുക്കണം. ഈ ഒരു ടേമിന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നടുക്ക് ആരെ ആക്കേണ്ടത്, നടുക്ക് നമ്മൾ μ1 - μ2 മാത്രം ആക്കാൻ വേണ്ടി ബാക്കിയൊക്കെ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യിപ്പിക്കുക. അപ്പോൾ അത്രയും ഇത് നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ടേം കിട്ടും. ഓക്കെ, എഴുതിയില്ലേ? ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഞാൻ അയച്ചുതരാം. ജസ്റ്റ് ഇത് ഫോട്ടോ എടുത്ത് അയച്ചുതരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു ആദ്യത്തെ പോർഷൻ ബൈ ഹാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബാക്കി ചെയ്യാൻ കിട്ടും. കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദ വേരിയൻസ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസിൻ്റെ ഇൻ്റർവൽ എസ്റ്റിമേറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് S² ബി ദ വേരിയൻസ് ഓഫ് എ സാമ്പിൾ ഓഫ് സൈസ് n ലെസ് ദാൻ 30. 30നേക്കാളും കുറവാകുമ്പോൾ സാമ്പിൾസിൻ്റെ വേരിയൻസ് എന്തെടുത്തു, S² എടുത്തു. ഡ്രോൺ ഫ്രം n mu, sigma. വി നോ ദാറ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് chi² ഫോളോ ns² ബൈ sigma² ഫോളോ chi² വിത്ത് n - 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഇത്രയും പഠിച്ചു വയ്ക്കുക. chi² പറഞ്ഞാൽ ns² ബൈ sigma² ആണെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി now by referring the chi² table we can find chi² 1 - alpha by 2 and chi² alpha by 2 such that. അപ്പോൾ ഇവിടെ കുഞ്ഞൊരു മാറ്റമുണ്ട്. എന്താണ്, നമ്മളവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ആൽഫ ബൈ 2 എന്ന് അപ്പുറത്തും ഇപ്പുറത്തും. ഇവിടെ എന്താണ് chi² 1 - alpha by 2, ഇവിടെ chi² alpha by 2 ആണ്. ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തും നേരെ ഇങ്ങനെ ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദ വേരിയൻസ് ഓഫ് എ നോർമൽ പോപ്പുലേഷൻ എന്താ വരുന്നത്, ഈ ഒരു ഇക്വേഷനാണ്. അപ്പോൾ മറക്കരുത്, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 - alpha. ഇനി ഈ chi² പറഞ്ഞാൽ ns² ബൈ sigma² ആണ്. അതിവിടെ കൊടുത്തു. അപ്പോൾ ഇതൊന്നും നിങ്ങൾ എന്തെങ്കിലും കുഴപ്പമില്ലാണ്ടോ. ഈ രണ്ട് വാല്യൂ നമുക്ക് കിട്ടുന്നത് ടേബിളിൽ നിന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. n - 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പ്രോബിലിറ്റി ഒക്കെ തന്നിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കുക. chi² പറഞ്ഞാൽ ns² ബൈ sigma², ns² ബൈ sigma², ns² ബൈ sigma² അല്ലേ? ഓക്കെ, അപ്പോൾ ns² ബൈ sigma² നമുക്ക് sigma² ആണ് ഇവിടെ കിട്ടേണ്ടത് അല്ലേ? ഇവിടെ sigma² താഴെയാണ്. അപ്പോൾ sigma² മുകളിലേക്ക് വരണം. അപ്പോൾ എന്ത് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം, എല്ലാത്തിൻ്റെയും റെസിപ്രോക്കൽ എടുത്തു. ഓക്കെ, ഈക്വൽ ഈ ഭാഗത്തുള്ള ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ, ഉള്ളിലുള്ളത്. ഓക്കെ, ഇനി അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ബൈ ns² ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും ഒരു ഇൻറ്റു ns². നമുക്ക് നടുക്ക് ആരെയാക്കണം, sigma² ആക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു ns² ചെയ്തു. അപ്പോൾ ഇവിടെയും ചെയ്തു, ഇവിടെയും ചെയ്തു. ഓക്കെ, ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നടുക്ക് sigma² കിട്ടി, രണ്ട് ഭാഗത്തും ആൾക്കാരും കിട്ടി. അപ്പോൾ എന്ത് പറയുക, ഇതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്നത് ഇതും ഇതുമാണ്. കണ്ടോ, ഇതിവിടെ എഴുതി, ഇതിവിടെ എഴുതി, അതാണ് ഇതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തത് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദ പ്രപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് എ ബൈനോമിയൽ പോപ്പുലേഷൻ. ഒരു ബൈനോമിയൽ പോപ്പുലേഷൻ്റെ കേട്ടോ, പി ഡാഷ് ആണ് പ്രപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് എ ബൈനോമിയൽ പോപ്പുലേഷൻ. പി ഡാഷ് ഇസ് ഈക്വൽ ടു x ബൈ n എന്ന് എടുക്കുക. സെറ്റ് ഇസ് ഈക്വൽ ടു പി ഡാഷ് മൈനസ് പി ബൈ റൂട്ട് pq ബൈ n എടുക്കുക. അതൊക്കെ നിങ്ങൾ ഈ ഒരു ഭാഗം വരെ പഠിച്ചു വെക്കണം കേട്ടോ. സെറ്റ്, പിന്നെ നോർമൽ ടേബിൾ നമുക്ക് ആരെയാണ് കാണേണ്ടത്, പി ഡാഷിൻ്റെയാണ്. ഓക്കെ, സോറി, കോൺഫിഡൻസ് ഇൽ ദ പ്രപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് എ ബൈനോമിയൽ പോപ്പുലേഷൻ നമുക്ക് ആരതാ കാണേണ്ടത്, പീൻ്റെയാണ് കാണേണ്ടത് കേട്ടോ, പീൻ്റെയാണ് കാണേണ്ടത്. ഞാൻ പി ഡാഷ് ആണ്, സോറി, പീൻ്റെയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് നോർമൽ ടേബിളിൻ്റെ ആ ഇക്വേഷൻ വെച്ചിട്ട് ഏരിയ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതേപോലെ എഴുതി. ഇത് നമ്മൾ കഴിഞ്ഞ അതേപോലെ തന്നെയാണ്, ഇതേപോലെ എഴുതി. ഇനി എന്ത് ചെയ്യുക, ഈ സെറ്റിന് പകരം ആരെ കൊടുക്കുക, ഈ ഒരു ടേം കൊടുക്കുക. സെറ്റിന് പകരം ആരെ കൊടുത്തിട്ട് നമുക്ക് ഇനി ആരെയാണ് ഒറ്റയ്ക്കാക്കേണ്ടത്, ഇവിടെ പീനെ നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്കാക്കണം. പീനെ നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്കാക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പീനെ ഒറ്റയ്ക്കാക്കണമല്ലോ, ഈ പീനെ നമ്മളിവിടെ നടുക്ക് ഒറ്റയ്ക്കാക്കണം. ഓക്കെ,
അപ്പോൾ ഞാൻ ആ ഇക്വേഷനിൽ എഴുതിട്ടോ. ഇനി എന്ത് ചെയ്യണം, ഇവിടെ പി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഈ താഴത്തെ കളയാൻ വേണ്ടിയിട്ട് ഇൻറ്റു റൂട്ട് പി ക്യൂബ് ഐ ഇവിടെ ചെയ്തു. ഇവിടെ ഇൻറ്റു റൂട്ട് പി ക്യൂബ് ഐ, ഇവിടെ ഇൻറ്റു റൂട്ട് പി ക്യൂബ് ഐ. അപ്പോൾ അത് പോയി. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഒരു പി ഡാഷ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പി ഡാഷ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ പി ഡാഷ് ഇവിടെ മൈനസ് പി ഡാഷ്, ഇവിടെയും മൈനസ് പി ഡാഷ്, അത് ചെയ്യാം. ഓക്കെ. ഇനി കഴിഞ്ഞ അതേപോലെ തന്നെ പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ഒഴിവാക്കാൻ എന്ത് കൊടുക്കുക, അതിൽ ഫുള്ള് മൈനസ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, സിമ്പിളൊക്കെ അങ്ങോട്ട് കൂടി മാറും. അങ്ങോട്ട് കൂടി മാറും എന്നല്ല, ലെസ് താൻ ഉള്ളത് ഗ്രേറ്റർ താൻ ആവും. അതേപോലെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അതിൽ നമ്പേഴ്സും കാര്യങ്ങളും മാറ്റേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നടുക്ക് പി മാത്രമുള്ള ഒരു ടേം കിട്ടും. നടുക്ക് പി മാത്രമുള്ള ടേം കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഇതേപോലെ ഒരു ഫോർമാറ്റ് കിട്ടും. പിന്നെ പിയും ക്യൂവും അൺനോൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന് പകരം നമ്മൾ അതിൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിട്ട് പി ഡാഷും ക്യൂ ഡാഷും കൊടുത്തു. ഇവിടെ എഴുതിയിട്ടുണ്ട്. പകരം നമ്മൾ പി ഡാഷും ക്യൂ ഡാഷും കൊടുത്തു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇവിടെ താഴെയും പി ഇല്ല, അതിനെ മാറ്റണം. അതൊന്നും വേണ്ട, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പി ഇല്ലേ, അയാളെ നമുക്ക് ഇവിടെ നടുക്ക് ഒറ്റയ്ക്കാക്കുക. കാരണം ആരെയാണ് നമുക്ക് കിട്ടുന്നത്, പീനെയാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ചെയ്ത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ അത് സ്വന്തം എഴുതി പഠിച്ചാൽ പിന്നെ നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കും കൂടെ വേണ്ട, ഡയറക്റ്റായിട്ട് പോയിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ശരിക്കും റിവിഷൻ പോലെ എടുക്കുക കേട്ടോ. ഇനി ഇൻ്റർവൽ എസ്റ്റിമേറ്റ് ഓഫ് ദ ഡിഫറൻസ് ഓഫ് പ്രപ്പോർഷൻ ഓഫ് ടു പോപ്പുലേഷൻ പ്രപ്പോർഷൻ. അപ്പോൾ രണ്ട് പോപ്പുലേഷൻ പ്രപ്പോർഷൻ്റെ ഡിഫറൻസ് അല്ലേ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഫറൻസ് ആണ് കാണാൻ പോണത്. അപ്പോൾ P1 ഡാഷ് മൈനസ് P2 ഡാഷ് ഫോളോ N ഓഫ് P1 മൈനസ് P2 റൂട്ട് ഓഫ് P1 Q1 ബൈ N1 പ്ലസ് P2 Q2 ബൈ N2 വേർ N1 N2 ആർ ലാർജ്. അപ്പോൾ ലാർജ് ആകുമ്പോൾ സെഡ് ആണ് അല്ലേ. അപ്പോൾ സെഡ് സീക്വൽ ടു നമ്മൾ എന്തെടുത്തു, ഇക്വേഷൻ ഇതാണ്, P1 ഡാഷ് മൈനസ് P2 ഡാഷ് മൈനസ് P2 മൈനസ് P1 ഡിവൈഡ് ബൈ റൂട്ട് ഈ ഒരു ടേം. അപ്പോൾ നോക്ക്, ഡിഫറൻസ് ഓഫ് ടു പോപ്പുലേഷൻ പ്രപ്പോർഷൻ ബൈനോമിയൽ P1 മൈനസ് P2 ആണ് നമുക്ക് നടുക്ക് ഇടേണ്ടത് അല്ലേ. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ P1 മൈനസ് P2. ഓക്കെ. P1 മൈനസ് P2 ഇനി കാണാൻ അറിയില്ലേ, നമ്മൾ എന്ത് ചെയ്തു, P ഓഫ് മോഡ് സെഡ് ലെസ് താൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2. ഇനി P ഓഫ് മൈനസ് സെഡ് ആൽഫ ബൈ 2 ലെസ് താൻ സെഡ് ആൽഫ ബൈ 2. ഈ സെഡിന് പകരം ആരെ കൊടുത്തു, ഈ ഒരു ടേമിന് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, നമുക്ക് P1 മൈനസ് P2 പറഞ്ഞ സോറി കേട്ടോ, P2 മൈനസ് P1 ഒറ്റയ്ക്കാക്കണം. ആദ്യം ഇയാളെ ക്യാൻസൽ ചെയ്യണം, പിന്നെ ഇയാളെയും ക്യാൻസൽ ചെയ്യണം, മൈനസ് കളയണം. അതേപോലെ ചെയ്യാം. അപ്പോൾ അതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ടേം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ, ഇവിടെ എന്താ 1.96, അതൊന്നുമില്ല, സെഡ് ആൽഫ ബൈ 2 പകരം 1.96 കൊടുത്തതാണ് കേട്ടോ. സെഡ് ആൽഫ ബൈ 2 പകരം 1.96 കൊടുത്താണ്. ബാക്കിയൊന്നും നിങ്ങൾ നോക്കണ്ട, അതേപോലെ എഴുതിയാൽ മതി. ഓക്കെ. ഇനി കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ ദ പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വെൻ പോപ്പുലേഷൻ ഈസ് നോർമൽ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഫ്രം ദ തിയറി ഓഫ് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം, ടി എന്ന് പറഞ്ഞാൽ ആർ മൈനസ് റോ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയർ ബൈ n ബൈ 2. ഫോളോ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n മൈനസ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെർ ദ പോപ്പുലേഷൻ ഈസ് നോർമൽ ആൻഡ് സാമ്പിൾ സൈസ് n ഈസ് സ്മോൾ. ഓക്കെ. നൗ വി ക്യാൻ ഫൈൻഡ് ആൻ ആൽഫ ഫ്രം ദ ടി ടേബിൾ സച്ച് ദാറ്റ്. ഇത്രയും പഠിച്ചു വയ്ക്കുക. പിന്നെ നമുക്കറിയാം ടി ആയതുകൊണ്ട് തന്നെ എന്താണ്, ടി ആൽഫ ബൈ 2. നമ്മൾ ആരെയെ കാണുന്നത്, പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്താണ്, റോയാണ്. അപ്പോൾ നടുക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ ടിക്ക് പകരം ഇവരെവിടെ കൊണ്ടുവന്നു, നമുക്ക് നടുക്ക് റോ മാത്രമാക്കണം. അപ്പോൾ ആദ്യം ഇയാൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാൻ ഇവിടെ ഇൻറ്റു ഈ ഒരു ഇത് കൊടുക്കുക, പിന്നെ 6 ക്യാൻസൽ ചെയ്യാൻ -6 കൊടുക്കുക. ഓക്കെ. ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. 6 ക്യാൻസൽ ചെയ്യാൻ -6 കൊടുത്തു. പിന്നെന്താണ്, മൈനസ് റോ അല്ലേ. മൈനസ് റോ ആകുമ്പോൾ ഇക്വേഷനിൽ ഫുൾ എന്ത് ചെയ്തു, മൈനസ് ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കി അതേപോലെ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഓക്കെ. ബാക്കി എന്താ കിട്ടുക, നടുക്ക് ആരെ റോ മാത്രം ആക്കണം. ഓക്കെ. എഴുതാം കേട്ടോ.